നമസ്കാരം. പ്രാണിക് ഹീലിംഗ് അഡ്വാൻസ്ഡ് ആയ ഒരു എനർജി ഹീലിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ഫീൽഡ് ക്ലെൻസ് ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും ചെയ്താണ് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാണിക് ഹീലിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഫിസിക്കൽ സ്ട്രെസ്, ഇമോഷണൽ കോൺഫ്ലിക്ട്സ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നിവയെല്ലാം കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണിക് ഹീലിംഗ് പലർക്കും പരിചിതമല്ലാത്തത് അതിനെപ്പറ്റിയുള്ള അവയർനെസ് ശരിയായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പലരും ഇതിനെ അന്ധവിശ്വാസമായി കാണാറുണ്ട്, സ്യൂഡോ സയൻസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ബയോ എനർജി ഫീൽഡ്സ്, എനർജി ട്രാൻസ്ഫർ, ഓറ ഹീലിംഗ് പോലുള്ള കൺസെപ്റ്റ്സ് ഇന്ന് മോഡേൺ സയൻസ് പോലും എക്സ്പ്ലോർ ചെയ്യുന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ മെഡിക്കൽ സിസ്റ്റം ഇതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിലും കോംപ്ലിമെന്ററി ഹീലിംഗ് മെത്തേഡായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനെ വലിയ തോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിൻ സ്ട്രീം സയൻസിന് തെളിയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതെല്ലാം എഫക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് ശാസ്ത്രം മനസ്സിലാക്കിയിരിക്കുന്നത് 5% താഴെ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. പുരാതനമായ പല ചികിത്സാ രീതികളും ഇപ്പോൾ റിസർച്ച് നടത്തി വാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിഫ്ലക്സോളജി, ഹെർബൽ മെഡിസിൻസ്, യോഗ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രാണിക് ഹീലിംഗ് ഏതെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പകരമുള്ളതല്ല, മറിച്ച് അതിനോടൊപ്പം യൂസ് ചെയ്യാവുന്ന ഒരു കോംപ്ലിമെന്ററി സിസ്റ്റമാണ്. മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വഴി അടിയന്തിരമായി വ്യക്തികൾക്ക് ചികിത്സ നൽകുന്ന സമയത്ത് പ്രാണിക് ഹീലിംഗ് ഡിസീസ് പ്രോഗ്രഷൻ കുറയ്ക്കാനും ഹീലിംഗ് ആക്സിലറേറ്റ് ചെയ്യാനും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. മറ്റ് ഹീലിംഗ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് പ്രാണിക് ഹീലിംഗ് വളരെ സ്ട്രക്ചേർഡ് ആയ ഒരു മെത്തേഡാണ്. ഇതിൽ ആദ്യമേ ഡിസീസ്ഡ് എനർജി നീക്കം ചെയ്യുന്നതിന് മുൻഗണന നൽകുന്നു. പിന്നെ ടാർഗറ്റഡ് ഹീലിംഗ്. ഇതിനാൽ എനർജി ബോഡി ബാലൻസ് ചെയ്യാനും ഹീലിംഗ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാനും സാധിക്കുന്നു. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രാണിക് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണിത്. റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്നത് പ്രാണിക് ഹീലിംഗിൽ വളരെ പവർഫുള്ളായ ഒരു ആസ്പെക്റ്റ് ആണ്. പലരും അവരുടെ ബന്ധങ്ങളിൽ എനർജി ബ്ലോക്കേജസ്, പാസ്റ്റ് ട്രോമ, ഇമോഷണൽ ബാഗേജ് എന്നിവ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ അൺവാണ്ടഡ് എനർജി ശേഖരിക്കുന്നത് അവരുടെ എനർജി ബോഡിയിലായിരിക്കും. ഈ എനർജി റിലീസ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇമോഷണൽ സ്ട്രെസ്, ആങ്സൈറ്റി, കോൺഫ്ലിക്ട്സ് എന്നിവയിലേക്ക് അത് വഴിമാറാം. പ്രാണിക് റിലേഷൻഷിപ്പ്, പ്രാണിക് സൈക്കോതെറാപ്പി ഹീലിംഗുകൾ വഴി ഈ അൺവാണ്ടഡ് കോഡ്സ് കട്ട് ചെയ്യാനും സ്റ്റോർഡ് ഇമോഷൻ ക്ലെൻസ് ചെയ്യാനും പോസിറ്റീവ് തോട്ട്സ് പാറ്റേൺ അവരിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ. ഉദാഹരണത്തിന്, പെയിൻഫുൾ ബ്രേക്കപ്പ് അനുഭവിച്ച ഒരാൾ ആ വിഷയം മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. പ്രാണിക് റിലേഷൻഷിപ്പ് ഹീലിംഗ് വഴി ആ ആളിന്റെ എനർജി ഫീൽഡിലേക്ക് അമിതമായ സാഡ്നസ്, റിസെന്റ്മെന്റ്, ഡിസപ്പോയിന്റ്മെന്റ് തുടങ്ങിയ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്ത് പോസിറ്റീവ് എനർജി ഇൻഫ്യൂസ് ചെയ്യാം. ഇതിലൂടെ ഇമോഷണൽ ബർഡൻ കുറയ്ക്കുകയും ക്ലാരിറ്റി ലഭിക്കുകയും റിലേഷൻഷിപ്പ് ഹീലിംഗ് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. ഇത് കുടുംബ ബന്ധങ്ങൾ, പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്, മറ്റ് ഫ്രണ്ട്ഷിപ്പുകൾ ഇതിലൊക്കെ വലിയ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുക എന്നത് മാത്രമല്ല, മറിച്ച് ഇതിലൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വർദ്ധിപ്പിക്കാനും ഇമോഷണൽ കണക്ഷൻ ഡീപ്പ് ആക്കാനും അതിനൊപ്പം ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഉറച്ച ബന്ധങ്ങൾ നിലനിർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാണിക് ഹീലിംഗിൽ ഇതിന് അതിവിശിഷ്ടമായ ഒരു റോളാണുള്ളത്. പലരും പ്രാണിക് ഹീലിംഗ് ചെയ്ത ശേഷം അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് പൂർണ്ണമായും ട്രാൻസ്ഫോം ആയ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവസാനമായി പറയേണ്ടത്, പ്രാണിക് ഹീലിംഗ് ഒരു മിസ്റ്റിക്കൽ സിസ്റ്റം അല്ല, മറിച്ച് പ്രാക്ടിക്കലായും സയന്റിഫിക്കായും എനർജി മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് എന്നാണ്. ഇതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹീലിംഗ് എന്നത് ഫിസിക്കൽ ലെവലിലേക്ക് മാത്രമല്ല, മെന്റൽ, ഇമോഷണൽ, ഈവൻ സ്പിരിച്വൽ ലെവൽസിലേക്കും വ്യാപിക്കുമെന്ന് വ്യക്തമാകും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാണിക് ഹീലിംഗ് ഉപയോഗിച്ച് നോക്കിയാലോ? ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതുവഴി ഉണ്ടാക്കാൻ സാധിക്കും എന്നത് തീർച്ചയായും ഉറപ്പാണ്.